ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങളെ കാശ്മീർ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് പോവാണ്. റൂമിലുണ്ടായിനെ കാശ്മീരിലോടെല്ലാം പോയി പറഞ്ഞ് നമ്മൾ ഉദംപൂർ വരെ പോകുന്നത് ഈ ഒരു വണ്ടിയിലാണ്. പോകുന്ന വഴിക്ക് ഒരു പള്ളിയിൽ നിന്നാണ് നമ്മൾ നോമ്പെല്ലാം തുറന്നത്. ഈ ഒരു റൂട്ടിൽ നമുക്ക് ഒരുപാട് ടണൽസ് കാണാൻ പറ്റുന്നതാണ്. ഉദംപൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്ക് നമുക്ക് പോകേണ്ട ട്രെയിൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ട്രെയിനിൽ കയറി സമാധാനമായിട്ടൊന്ന് ഇരുന്നപ്പോഴാണ് ഒരുപാട് പേര് ഭയങ്കര ഹൈപ്പ് കൊടുത്ത് ട്രെൻഡിങ് ആക്കിയ ഈ ഒരു സംഭവം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. സംഭവം അവർ കൊടുത്ത ഹൈപ്പിനുള്ള മുതലായിട്ടൊന്നും എനിക്ക് ഫീൽ ആയില്ല. ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് അല്ലേ. രാവിലെ ആയി ട്രെയിനിൽ ടി വന്നപ്പോ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ തൊട്ടടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി. പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോഴേക്ക് ട്രെയിൻ എടുത്തു. ഞാൻ ഡൽഹി ചെന്നിറങ്ങി ഫ്രണ്ടിന്റെ റൂമിൽ പോയി. അവിടുത്തെ ഓപ്പൺ ടെറസിൽ പോയപ്പോ കണ്ട കാഴ്ചയാണിത്. വിമാനമൊക്കെ കണ്ട് ടെറസിൽ കുറച്ച് സമയമൊക്കെ ഇരുന്നപ്പോഴേക്ക് ട്രെയിനിൽ നിന്ന് ചാടിയോലി ഡൽഹി എത്തിയെന്നും പറഞ്ഞു വിളിച്ചു. ശരിക്കും നമ്മൾ ഇന്നത്തെ പ്ലാന് ജമാ മസ്ജിദിൽ നിന്ന് നോമ്പറക്കാനേനി. ആ പ്ലാൻ ഡ്രോപ്പ് ആക്കണ്ടെന്ന് കരുതി അപ്പൊ തന്നെ നേരെ റിക്ഷ പിടിച്ച് മെട്രോ സ്റ്റേഷനിൽ പോയി. മെട്രോ കയറി നേരെ ജമാ മസ്ജിദിലെത്തി. ആയിരക്കണക്കിന് ആൾക്കാരെ കൂടെയുള്ള ഈ ഒരു നോമ്പുത്തുറ ഒരനദർ എക്സ്പീരിയൻസ് തന്നെയാണ്. നോമ്പുത്തുറ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിപ്പോയത് നേരെ ഫുഡ് സ്ട്രീറ്റിലോട്ടാണ്. ഡൽഹിയിലെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ഫുഡ് സ്പോട്ട് വരുന്നത് ജമാ മസ്ജിദിന് തൊട്ടടുത്ത് തന്നെയാണ്. ജമാ മസ്ജിദ് വരുമ്പോഴും ഫുഡ് സ്ട്രീറ്റ് പോകുമ്പോഴും അതുപോലെ മാർക്കറ്റുകളിലൊക്കെ പോകുമ്പോഴും നമ്മളെ സാധനങ്ങൾ എപ്പോഴും കെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മളെ കൂടെയുള്ള ആദിലിന്റെ മൊബൈൽ ഫോൺ തന്നെ ജമാ മസ്ജിദിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. കുനിഞ്ഞിരുന്നാൽ ഈ മൂടും കൊണ്ട് പോകുന്ന ടീമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവനവന്റെ സാധനം സൂക്ഷിച്ചാൽ അടിപൊളിയാവും. ഓന്റെ ഫോൺ പോയതോടെ വീഡിയോ എടുക്കാനുള്ള മൂടേ പോയി. ഡൽഹി വരുമ്പോൾ പോവേണ്ട കുറച്ച് സ്ഥലങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.